ഒരു മഴ പെയ്താൽ കൊച്ചിയിൽ ആദ്യം മുങ്ങുക ഈ കാണുന്ന KSRTC സ്റ്റാൻഡ് പരിസരമാണ്. ഇവിടുത്തെ കാനകളുടെ അവസ്ഥ തന്നെ ആദ്യമൊന്ന് പരിശോധിക്കാം. എറണാകുളം KSRTC ബസ് ടെർമിനലിൻ്റെ മുൻവശത്തെ കാഴ്ചയാണിത്. കാനയിൽ വെള്ളം കെട്ടിക്കിടന്ന ദുർഗന്ധം വമിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് കാനയിലാകെ. ഒഴുക്ക് നിലച്ചതോടെ കൊതുകുകൾ പെറ്റുപെരുകി. മഴയൊന്നാർത്തു പെയ്താൽ ഈ മലിനജലം നഗരം മുഴുവൻ പരന്ന് നമ്മളെ രോഗികളാക്കും. ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ആ കുപ്പികൾ, പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളെല്ലാം വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത്. അത് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുല്ലശ്ശേരി കനാലിലേക്കാണ് ആ കാനയിലെ വെള്ളം മുഴുവനും പോകുന്നത്. മുല്ലശ്ശേരി കനാൽ ക്ലിയർ ആയിട്ടില്ല, അവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നഗരം ഈ പ്രാവശ്യം വെള്ളക്കെട്ടി തന്നെ ആയിരിക്കും. ചിലയിടങ്ങളിൽ കാനകൾ കോരി ആഴം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ വെള്ളം പുറത്തേക്കൊഴുകുന്ന പ്രധാന കനാലുകളായ മുല്ലശ്ശേരിയുടെയും പേരണ്ടൂരിൻ്റെയും ശ്വാസം നിലച്ച മട്ടാണ്. വാട്ടർ അതോറിറ്റിക്കാരാണ് തീരെ സഹകരിക്കാത്തത്. കാരണം വെള്ളത്തിൻ്റെ പൈപ്പിന് വേണ്ടി പലയിടത്തും പൊട്ടിയിട്ട് അവരവിടെ കുഴിച്ചിട്ട് ആ കുഴി മൂടാണ്ടിട്ടേക്കണോണ്ട് ഞങ്ങൾക്ക് ഒരു വണ്ടി കൊണ്ടുപോകാനോ അത്യാവശ്യം ഒരാൾക്ക് നടക്കാനോ പറ്റില്ല. ഇതാണ് ഈ പൈപ്പ് കിടക്കുന്നത്. അപ്പോൾ ഇതിനടിയിൽ കൂടി വേണം ഞങ്ങൾക്ക് വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ. ഇതിനുള്ള യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ല ഇതുവരെ. ഇത് ക്ലിയറാക്കിയാൽ മാത്രമേ ഈ വഴി ക്ലിയറായി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും വേഗം ശരിയാക്കി തന്നാൽ വളരെ നന്നായിരിക്കും. പേരണ്ടൂർ കനാലിൽ പോളപ്പായൽ തിങ്ങി നിറഞ്ഞതോടെ ഒഴുക്ക് നിലച്ച മട്ടാണ്. മുല്ലശ്ശേരി കനാലിൻ്റെ നവീകരണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമം. 24 മണിക്കൂറും ഇവിടെ ജോലികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും എന്ന് തീരുമെന്ന് പറയാനാവില്ല. പെട്ടെന്നൊരു മഴയെത്തിയാൽ ഇപ്പോഴും കരുതലോടെ ഇരിക്കേണ്ട അവസ്ഥയാണ് കൊച്ചിക്ക്. കാലവർഷം എപ്പോൾ എത്തുമെന്ന് ഒരു പിടിയുമില്ല. മുല്ലശ്ശേരി കനാലിൻ്റെ പണി ഇതാ കണ്ടില്ലേ, തകൃതിയായി നടക്കുന്നുമുണ്ട്. പപ്പു പറയുന്നത് പോലെ ഇപ്പം ശരിയാക്കി തരാം എന്ന രീതിയിലാണ് എങ്കിൽ ഇക്കുറിയും കൊച്ചിക്കാർ ഏറെ ബുദ്ധിമുട്ടും. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.